റമദാൻ മാസം കൊണ്ട് ജീവിതത്തിന് മാറ്റം വേണം എന്തെങ്കിലുമൊക്കെ. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ മാതിരി തന്നെ കൊല്ലത്തെ റമദാനായ അതുകൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല. കഴിഞ്ഞല്ലോ റമദാൻ ആദ്യത്തിന് വന്നുങ്ങാണ്ട് ആ മുസാഫൊക്കെ എടുത്ത് വെച്ചാണ്ട് ഓതി 4 പേജ്. ഇക്കൊല്ലം റമദാൻ വന്നപ്പോൾ മുസാഫൊക്കെ എടുത്തുകൊണ്ടാണ് തുടങ്ങി 4 പേജ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇക്കൊല്ലം നീങ്ങിയില്ലെങ്കിൽ ഒരു കൊല്ലം നമ്മളിവിടെ ഏറെ ജീവിച്ചതിന് എന്ത് കാര്യമുള്ളത്? ആയുസ് പറഞ്ഞാലേ നമ്മൾ ദീർഘായുസിന് തോരക്കുമല്ലോ. പക്ഷേ നമുക്കൊക്കെ ദീർഘായുസ് തരട്ടെ. സംഗതി വണ്ടിൻ്റെ ചോട്ട് വെട്ടാൽ ഷഹീദിൻ്റെ കൂലി കിട്ടും, വെള്ളത്തിൽ കൂടി വലിച്ചു പോയാൽ ഷഹീദിൻ്റെ കൂലി കിട്ടും. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഏത് വരക്കണത്? പഠിച്ചോനെ ദീർഘായുസ് തരണേ. എന്താ അതുകൊണ്ടുള്ള കാര്യം? ഒരു കൊല്ലം ഏറെ ദുന്യാവിൽ നിന്നാൽ ഒരു കൊല്ലത്തെ ഈമാനും തഖ്വയും കൂടണം. അതിനാണ് ഒരു കൊല്ലം ഏറെ നിൽക്കുന്നത്. 60 വയസ്സുള്ള ആൾക്കും 61 വയസ്സുള്ള ആൾക്കും ഒരേ ഈമാൻ പോരാ. 61 വയസ്സുള്ള ആൾക്ക് ഒരു കൊല്ലത്തെ ഈമാനും തഖ്വയും കൂടുതലുണ്ടെങ്കിൽ ഒരു റമദാനും മുതലായി, ഒരു റബീഉൽ അവ്വലും മുതലായി, ഒരു ബറാത്തും മുതലായി, ഒരു മുഹറവും ഒരു മിഅ്റാജൊക്കെ മുതലായി. അതല്ല 60 വയസ്സിലും അങ്ങനെ തന്നെയാണ്. 63-ൽ ലേശം കുറഞ്ഞിക്കുകയാണെങ്കിലോ വെറുതെ ഒരു കൊല്ലം ഇവിടുത്തെ ചോറ് തിന്നാണ്ട് ഒരു കാര്യം അതുകൊണ്ട് ഇല്ലാതായി എന്നാണ്. ഒരു കൊല്ലം നമ്മളേറെ ദുന്യാവിൽ നിന്നാൽ അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ റമദാനിനേക്കാൾ ഈ കൊല്ലത്തെ റമദാനിൽ നമുക്ക് എന്താണ് ഈമാനിലും തഖ്വയിലും വർധനവുള്ളത് എന്ന് ആലോചിച്ച് നോക്കിയിട്ട് 29-ൻ്റെ അന്ന് അല്ലെങ്കിൽ 30-ൻ്റെ അന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ നമ്മുടെ ഖൽബ് നമ്മളോട് പറയണം, അൽഹംദുലില്ലാഹ് ഇക്കൊല്ലത്തെ റമദാൻ മുതലായിട്ടുണ്ട്. വേറെ ആരുമല്ല പറയണ്ടേ, നമ്മളെ ഖൽബ് പറയണം നമ്മളോട് ഇക്കൊല്ലത്തെ റമദാൻ മുതലായി. എന്നാൽ നമുക്കൊരു കൊല്ലം മുതലായി. ഇല്ലെങ്കിൽ ഒരു കൊല്ലം നഷ്ടമാണ്. ഒരു റമദാൻ കഴിഞ്ഞു അടുത്ത റമദാൻ വരികയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പുതിയ കൊല്ലം വരുന്നുണ്ട് എന്നല്ല ശരിക്കും ആലോചിക്കേണ്ടത്. നമ്മൾ ആയുസ്സെന്ന് ഒരു കൊല്ലം പോകുന്നുണ്ട് എന്നാണ്. മാറുന്നു മാസങ്ങൾ കൊല്ലങ്ങളാഴ്ച, ഗടികൾ കണക്കേ നിൻ ആയുസ്സിൻ തീർച്ച. ഷുജായി മൊയ്തു മൗലവി പാടിയതാണ് സഫലമാല. മാറുന്നു മാസങ്ങൾ കൊല്ലങ്ങളാഴ്ച, ഗടികൾ കണക്കേ നിൻ ആയുസ്സിൻ തീർച്ച. പഴയ കാലവും പുതിയ കാലവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. പഴയ കാലത്ത് ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചയാകാൻ 7 ദിവസം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ചക്ക് ആകെ ഒരാഴ്ചയേ ഉള്ളൂ. ഇന്നലെയും വെള്ളിയാഴ്ച, ഇന്നും വെള്ളിയാഴ്ച, നാളെയും വെള്ളിയാഴ്ച. എന്നേപ്പോൾ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ വെള്ളിയാഴ്ചയായി. ഒരു നഖം മുറിച്ചാൻ വരെ നമുക്ക് നേരമില്ല. പുതിയാപ്പിള വന്നിരിക്കുമ്പോൾ നഖം മുറിച്ചാത്ത ആളെ ഞാൻ കണ്ടിരിക്കണം. ഒരു മനുഷ്യൻ എല്ലാ നിലക്കും ഒന്ന് വൃത്തിയാകുക പുതിയാപ്പിളവുമ്പോഴാണല്ലോ. നല്ല തുണിങ്ങുപ്പായൊക്കെ എടുത്ത് താടിമുടിയൊക്കെ ഒന്ന് നേരാക്കി ഒന്ന് ഉഷാറായിട്ട്. എന്നാൽ നിക്കാഹിന് വേണ്ടി പുതിയാപ്പിള വന്നിരിക്കുമ്പോൾ നഖം മുറിച്ചാത്ത ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാളൊന്നല്ല, കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്നാ ഓൻ മുറിച്ച് കഴിഞ്ഞപ്പോൾ ഓന് വെള്ളിയാഴ്ചയും വലിയൊരുന്നാൾ ഒരുമിച്ച് എന്നിട്ടും കാര്യമില്ല, മുറിച്ചൂല. പുതിയാപ്പിള പോകുമ്പോൾ മുറിച്ചാത്ത പിന്നെ അതുകൊണ്ട് നഖം മുറിക്കണം എല്ലാവരും. ഒരു മനുഷ്യൻ്റെ വൃത്തിയുടെ പ്രധാനപ്പെട്ട അടയാളം നഖം മുറിക്കലാണ്. റുക്കൂക്ക് പോകുമ്പോൾ കാലുമൊക്കെ നോക്കിയാൽ അറിയാം ആൾക്ക് വൃത്തി ഉണ്ടോ ഇല്ലയെന്ന്. അവനവൻ്റെ കാലുമൊക്കെ ആദ്യം നോക്കിയാൽ മതി, അടുത്തുള്ളവരത് നോക്കണ്ട. അവനവൻ്റെ നോക്കിയാലും കാണുമല്ലോ. കയ്യുമത്തെ പിന്നെയും മുറിക്കും, കാലുമത്ത് മുറിക്കാൻ ഭയങ്കര മടി ആൾക്കാർക്ക്. 10 ഫിത്രത്ത് 10 പ്രകൃതങ്ങളെ മനുഷ്യൻ സൂക്ഷിക്കണം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നഖം മുറിക്കൽ. നഖം മുറിക്കുക അത് മനുഷ്യൻ്റെ ഫിത്രത്താണ്. കുളിക്കുക, സുഗന്ധം ഉപയോഗിക്കുക. റമദാനിൽ പറ്റൂല, രാത്രി പറ്റും. നോമ്പ് തുറന്നാൽ അത്താഴം കഴിച്ചാലൊക്കെ സുഗന്ധം ഉപയോഗിക്കാം. പകൽ മാത്രമേ പറ്റായുള്ളൂ. രാത്രി ഉപയോഗിച്ചതിൻ്റെ വാസന പകലിൽ നിലനിൽക്കുന്നതിന് വിരോധമൊന്നുമില്ല. അത്താഴം കഴിഞ്ഞതിന് ശേഷം ശരീരത്തിൽ സുഗന്ധം പൂശിയ ഒരാൾ ആ വാസന നേരം വെളുക്കുമ്പോൾ ഉണ്ടായി എഴുതിയിട്ട് കുഴപ്പമില്ല. പകൽ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൂ. വാസനിക്കണതിന് കുഴപ്പമൊന്നുമില്ല, വാസന തടുത്താൽ നിൽക്കണമല്ല. അപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷം കുളിക്കലും നല്ലതാണ്. കാരണം എന്താ, നോമ്പ് നോൽക്കുമ്പോൾ വയറ് കാലിയായിട്ട് വിയർപ്പ് കൂടുതലുണ്ടാവും. നോമ്പ് തുറക്കാനാവുമ്പോൾ വിയർപ്പ് കൂടുതലുണ്ടാവും. അപ്പോൾ വിയർപ്പ് കൂടുതലുണ്ടാകുമ്പോൾ നോമ്പൊക്കെ തുറന്ന് വെള്ളം ചെല്ലുമ്പോൾ നല്ലോണം വിയർപ്പ് പുറത്തേക്ക് വരും. അപ്പോൾ നല്ല തേച്ചൊരച്ച് കഴുകണം. ദൽക്കുൽ ആവാ, അംഗങ്ങൾ തേച്ചു കഴുകുക എന്നത് പ്രധാനപ്പെട്ട സുന്നത്താണ്. നാളെ ഒരാളിനോട് ചോദിച്ചു, ഈ ഫിസിയോതെറാപ്പി ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു.
ഫിസിയോതെറാപ്പി ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ദൽക്കുല്ലാഹ് എന്ന കിതാബുകളിലൊക്കെ പറഞ്ഞ് ഒതുണ്ടാക്കുമ്പോഴും കുളിക്കുമ്പോഴും ശരീരം തേച്ചുരച്ച് കഴുകണം എന്ന് പറഞ്ഞ സാധനമാണ് ഫിസിയോതെറാപ്പി. അതിന് നമുക്ക് ഒഴിവില്ലാത്തതുകൊണ്ടാണ് പിന്നെ മെഷീൻ വെച്ചിട്ട് ചെയ്യേണ്ടി വരുന്നത്. എന്നും കുളിക്കുമ്പോൾ നല്ലോണം ചാരിയിട്ട് തേച്ചുരച്ച് കഴുകുകയാണെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിയും വേണ്ടി വരില്ല. പക്ഷെ നമുക്ക് ഒഴിവില്ല. റമദാൻ മാസത്തിൽ നോമ്പ് തുറന്നതിന് ശേഷം തേച്ചൊരച്ച് കുളിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രത്യേകമായി ഫളിലുള്ള കാര്യമാണ്. അതുകൊണ്ട് റമദാനിൽ നല്ലോണം വൃത്തി സൂക്ഷിക്കണം. എല്ലാ സമയത്തും നമ്മൾ സൂക്ഷിക്കണം. ശരീരം വൃത്തിയാവാനും കൂടിയാണ് യഥാർത്ഥത്തിൽ നോമ്പ്. നിയ്യത്ത് തെറ്റരുത് എന്ന് മാത്രം. അതായത് നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും ഉള്ള വേസ്റ്റുകൾ, ഒന്ന് മലം, മറ്റൊന്ന് മൂത്രം, മൂന്നാമത്തൊന്ന് വിയർപ്പ്, നാലാമത്തൊന്ന് എയറോബിക് വേസ്റ്റ് എന്ന് പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ്. 5 വേസ്റ്റുകൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഒന്ന് മലം, മറ്റൊന്ന് മൂത്രം, മൂന്നാമത്തേത് വിയർപ്പ്, നാലാമത്തേത് എയറോബിക് വേസ്റ്റ് അഥവാ കാർബൺ ഡൈ ഓക്സൈഡ്. 4 മാലിന്യങ്ങളെ പുറത്ത് കളയണം. നന്നായിട്ട് മൂത്രയിക്കണം. മൂത്രം എന്ന നിഅമത്തിനോടുള്ള മനുഷ്യൻ്റെ നിഷേധമാണ് മൂത്രസംബന്ധമായ അസുഖങ്ങൾ എന്നാണ്. നമ്മൾ ഏത് അമല് ചെയ്താലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയും. ഏത് നല്ല കാര്യം ചെയ്താലും അൽഹംദുലില്ലാ എന്ന് പറയാം. എന്നാലും മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ മാത്രം ഉഫ്റാനക അൽഹംദുലില്ലാ എന്ന് പറയാം. മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ചൊല്ലണ ദിക്ർ ഉഫ്റാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിയൽ അദാ വഅഫാനി. ഉഫ്റാനക്ക് അല്ലാഹുവേ നിന്നോട് ഞാൻ പൊറുക്കൽ തേടുന്നു, അൽഹംദുലില്ലാ എല്ലാ സ്തുതിയും നിനക്കാകുന്നു. എന്താ ഉഫ്റാനക്ക? അല്ലാഹുവേ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. ഒഴിച്ചത് ഏതായാലും ഒഴിച്ചു, ഇനി മേലാലൊഴിക്കൂലെന്ന്. മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ചെല്ലണ ദിക്റാണത്. ഏത്? അത് പിന്നെ ബോർഡ് വെച്ചതുകൊണ്ട് മാത്രമായില്ല, നമ്മൾ ഇറങ്ങുമ്പോൾ ചെല്ലും കൂടിയും വേണം. ബോർഡുകൾ ഇവിടെ ഒക്കെ ഉണ്ട് കുറേ എണ്ണം. പള്ളി മൊത്തം നോട്ടീസ് അയക്കാറില്ലോ. ഇവിടെ ലേശം കുറവുണ്ട്. ചില സ്ഥലത്ത് വന്നാൽ കാണാം പള്ളിൻ്റെ ഉള്ളിൽ മൊത്തം നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ടാവും. കയറിനോടത്ത് കാല് കഴുകി കയറുക, തുപ്പരുത്, ഇളകരുത്, അങ്ങോട്ടാക്കരുത്, ഇങ്ങോട്ടാക്കരുത്, മിണ്ടാതിരിക്കുക, സംസാരിക്കരുത്, മൊബൈൽ ഫോൺ ഓഫാക്കുക, കുത്തുബ ശ്രദ്ധിക്കുക, അങ്ങനെ മൊത്തം ആവശ്യമുള്ളത് വെക്കട്ടോ. ആവശ്യമുള്ളത് ഇപ്പോൾ ഒതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമുള്ള ദിക്ർ ചിലപ്പോൾ എല്ലാവർക്കും കാണാതെ അറിയില്ല. അപ്പം അതൊന്ന് വെച്ചാൽ നല്ലത് തന്നെയാണ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ഇജ്അൽനി മിനത് തവ്വാബീന വജ്അൽനി മിനൽ മുതതഹിരീന വജ്അൽനി മിൻ ഇബാദിക്കസ് സ്വാലിഹീൻ. ചിലപ്പോൾ എല്ലാവർക്കും കിട്ടിക്കോണമെന്നില്ല. അതൊന്ന് വെച്ചാൽ നന്നായി. വർത്തമാനം സംസാരിക്കാതിരിക്കണമെന്ന് ബോർഡില്ലായിട്ട് വർത്തമാനം പറയണമെന്ന് ഞങ്ങൾ വിചാരം. അതൊന്നല്ല. ബോർഡ് ഉണ്ടായതുകൊണ്ട് ഉണ്ടായിരിക്കില്ല. അത് ബോധമാണ്. മനുഷ്യന്മാർക്കൊരു ബോധം വേണം, എന്നാൽ ഉണ്ടായിരിക്കും. അങ്ങനെയാണത്. അല്ലാതെ അത് നോട്ടീസിൻ്റെ പ്രശ്നമല്ല. അങ്ങനെ നമ്മൾ മൊത്തം നോട്ടീസ് ഒട്ടിക്കരുത്. ആവശ്യമാണെന്ന് തോന്നണേ ചില സംഗതി. ഈത്തിക്കാഫിൻ്റെ നിയ്യത്ത് ഉദാഹരണം, അത് ചിലപ്പോൾ നമ്മൾ ആ ബോർഡ് കാണുമ്പോൾ ഒന്ന് ഓർമ്മ വരും, ഈത്തിക്കാഫിൻ്റെ നിയ്യത്തൊക്കെ. അപ്പോൾ അതൊരു ബോർഡ് നന്നാവും. പള്ളിക്ക് കയറുമ്പോൾ ഉള്ളത്, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ളത്, ഇങ്ങനെ അത്യാവശ്യമുള്ളതൊക്കെ വെക്കാം. ആവശ്യമില്ലാത്തത് ഇപ്പം ഷർത്തുകളും പറഞ്ഞതൊക്കെ ഇങ്ങനെ കൂടി വരികയാണ്. അതിൽ പെട്ടതാണ് ഇപ്പോൾ മൊബൈൽ ഫോൺ ഓഫ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതി. അതിപ്പോൾ ഓഫാക്കണോന് അത് ബോർഡില്ലാതെ ഓഫാക്കും. ഓഫാക്കാത്തവൻ്റെ മൊബൈൽ വെള്ളിയാഴ്ച ജുമാൻ്റെ അടുത്ത് അടിക്കും. വെള്ളിയാഴ്ച ജുമാൻ്റെ അടുത്ത് അടിക്കലുണ്ട് മൊബൈൽ. അത് ബോർഡില്ലായിട്ടാണ്. ബോർഡ് വേറെ. അപ്പം എന്തേ പറഞ്ഞു എന്നറിയങ്ങൾ? ബോർഡ് വെച്ചതുകൊണ്ട് കാര്യമില്ല, ചെല്ലണം. മൂത്രപ്പരയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് ചെല്ലണം? ഉഫ്റാനക്ക് അല്ലാഹുവേ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു, അൽഹംദുലില്ലാ എല്ലാ സ്തുതികളും അല്ലാഹുവിനാണ്. അദ്ഹബ അന്നിയൽ അദാ വഅഫാനി ബുദ്ധിമുട്ടി എന്നിൽ നിന്നവൻ ഇല്ലാതെയാക്കുകയും എന്നെ സുഖമാക്കുകയും ചെയ്ത അല്ലാഹുവിന് എല്ലാ സ്തുതികളും. എന്തിനാണ് ഇവിടെ മാത്രം ഹംദിൻ്റെ മുമ്പൊരു ഗുഫ്റാനക്ക? വേറെ ഏതാണെങ്കിലും ഇപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ആദ്യം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. അവിടെ അൽഹംദുലില്ലാഹ് ആദ്യം. എന്തിനാ മൂത്രമൊഴിക്കുകയും കക്കൂസ് പോവുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു ഗുഫ്റാനക്ക. മൂത്രമൊഴിക്കുക എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തെന്ന ഏറ്റവും വലിയൊരു നിഅമത്ത്. അതൊരു തുള്ളി മൂത്രമാണ് പോകാതിരുന്ന് നോക്കണം, അപ്പം അറിയാം.
3 കോടി ഉറുപ്പ്യൻ്റെ മെഷീൻ വെച്ചാലും മൂത്രം ഉണ്ടാക്കാൻ പറ്റൂല. ഡയാലിസിസ് ചെയ്യാന്ന് പറഞ്ഞാൽ മൂത്രം ഉണ്ടാക്കല്ല. നമ്മളെ രക്തം കേടുവന്ന രക്തം ഒരു മെഷീൻ്റെ ഉള്ളിൽ കൂടെ കയറി അതിൽ നിന്ന് നീരുകളെയും ദുഷിച്ച വസ്തുക്കളെയും നീക്കം ചെയ്ത് ശരീരത്തിലേക്ക് രണ്ടാമത് കൊടുക്കുകയാണ്. അല്ലാതെ മൂത്രം ഉണ്ടാക്കുന്ന പരിപാടിയല്ല. മൂത്രം ഉണ്ടാക്കാൻ അള്ളാഹ് തന്ന ആ മെഷീൻ തന്നെ ഉള്ളൂ, വേറൊരു മെഷീനും നിലവിലില്ല. എന്നാൽ രാത്രി 1 മണിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി നമ്മളെന്താ പറയുക, കണ്ടാറടക്കഞ്ഞിപ്പോൾ മൂത്രമൊഴിക്കാനും മുട്ടുണ്ട്, ഇപ്പം നീച്ചുമാണല്ലോ എന്നാ. എന്താ കാര്യം? രാത്രി 1 മണിക്ക് വന്നാൽ ഒരു 5000 ഉറുപ്പ്യ തരാമെന്ന് ഒരാൾ നമ്മളോട് പറഞ്ഞു എന്ന് വിചാരിക്കുക. മൊബൈലിൽ അലാറം വെച്ചിട്ട് പോകും 1 മണിക്ക്. എന്നാൽ രാത്രി 1 മണിക്കൊന്ന് മൂത്രമൊഴിക്കണമെന്ന് മുട്ടി അങ്ങനെ ഉണ്ടാവും. ഈ ഒലക്ക നാളെ രാത്രി വെള്ളം കുടിക്കൂല. എന്താ കാരണം? മൂത്രം ഞമ്മക്കൊരു നിയമത്തായി തോന്നിയിട്ടില്ല. 5000 ഉറുപ്പ്യ നമുക്ക് വലിയ നിയമത്താണ്, മൂത്ര നിയമത്തല്ല. ഇതാണ് പ്രശ്നം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്ന വലിയൊരു നിയമത്താണ് മൂത്രമൊഴിക്കൽ. ഈ നിയമത്തിൻ്റെ നിഷേധമാണ് യഥാർത്ഥത്തിൽ മൂത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നാണ്. അതുകൊണ്ട് ഗുഫ്റാനക്ക് പടച്ചോനെ ഇങ്ങനൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, എനിക്ക് പുറത്തു തരണേ. അൽഹംദുലില്ലാ.